പേരിൽ മാത്രം മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളുമുണ്ട്. നമസ്കരിക്കാറുള്ളവരിൽ പോലും ജുമുഅയിൽ സംബന്ധിക്കണമെന്ന നിർബന്ധം ഇല്ലാത്തവരായിട്ടാണ് പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ ജുമുഅയെ പരാമർശിച്ചുകൊണ്ട് ഉള്ള 9ഉം 10ഉം വചനങ്ങളുടെ ഒരു വ്യക്തമായ ഒരു വിവരണം നൽകേണ്ടത് ഈ സന്ദർഭത്തിൽ ഉചിതമാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9, 10 ആയത്തുകളെ കുറിച്ച് സംക്ഷിപ്തമായി നിങ്ങളുടെ ശ്രദ്ധയിൽ അല്പസമയവും കൂടി ചില കാര്യങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ജുമുഅയെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രതിബന്ധമില്ലാത്ത ഓരോ സത്യവിശ്വാസിക്കും ഇനി പറയാൻ പോകുന്ന കൽപ്പനകൾ ബാധകമാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുമോ ഇല്ലേ എന്ന് നമ്മുടെ നാട്ടിൽ ഒരു തർക്ക വിഷയമാണ്, ഒരു ചർച്ചാ വിഷയമാണ്. ഇതുപോലെ സത്യവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ടുള്ള കൽപ്പനകളിൽ ചിലത് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കുന്നതും പ്രധാനമായും പുരുഷന്മാരെ ബാധിക്കുന്നതും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നതും, ഉദാഹരണമായി ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നതും സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സൂറത്തുൻ നിസാ 19 നമുക്ക് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന ചില പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും അവിടുന്നുള്ള പ്രസ്താവനകളിലും സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ ജുമുഅ നിർബന്ധമാണെന്ന് വ്യക്തമാക്കുന്ന ഒന്നും അറിയപ്പെട്ടതായി കാണാൻ സാധ്യമല്ല. ആ സ്ഥിതിക്ക് നിയമപരമായി പറയുമ്പോൾ സ്ത്രീക്കും ജുമുഅ നിർബന്ധമാണെന്ന് പറയാനുള്ള യഥാർത്ഥമായ തെളിവ് ഖുർആന്റെയും നബിവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയുവാൻ സാധ്യമല്ല. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്തെ നടപടിക്രമങ്ങളും അന്നത്തെ ജുമുഅയും പരിശോധിച്ചാൽ, അന്നത്തെ ജുമുഅ ജമാഅത്ത് ഒക്കെ തന്നെയും നാം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 5 നേരത്തെ ജമാഅത്ത് നമസ്കാരങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങളിലും മറ്റു നമസ്കാരങ്ങളിലും ഒക്കെ തന്നെയും സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വളരെയധികം പ്രോത്സാഹനം നൽകിയതായി ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതൊന്നും തന്നെ ഇവിടെ വിശദീകരിക്കുവാൻ സമയമില്ല. ഏതായിരുന്നാലും ചില കാര്യങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, സ്ത്രീകൾ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായി പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ഖുത്ബ നടത്തുമ്പോൾ 12 പുരുഷന്മാരല്ലാത്തവരെല്ലാം എഴുന്നേറ്റ് പോയി എന്ന ഹദീസിന്റെ ചില റിവായത്തുകളിൽ ഒരു സ്ത്രീയും ബാക്കി ഉണ്ടായിരുന്നതായി പ്രസ്താവിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത് പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്ത്രീകളും പങ്കെടുത്തിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായി ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ എന്ന ആ വനിതാ സഹാബി സൂറത്ത് ഖാഫ് മനപ്പാടമാക്കിയത് വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതിക്കേട്ടിരുന്നതിൽ നിന്നാണ് ഞാനത് മനപ്പാടമാക്കിയത് എന്ന് അവർ പറയുന്നതായി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായി ഫർള് നമസ്കാരം അഥവാ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ സ്ത്രീകൾ എഴുന്നേറ്റ് പോകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുരുഷന്മാരും കാത്തിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാ അവിടുത്തെ നിവേദനത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നാലാമതായി, ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ, ശിശുക്കളുടെ ശബ്ദം കേൾക്കുകയും അപ്പോൾ അവരുടെ മാതാക്കൾക്ക് അത് വിഷമകരമാവും എന്ന് കരുതി ഞാൻ നമസ്കാരം ചുരുക്കുകയും ചെയ്തിരുന്നു
അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചുരുക്കുകയും ചെയ്തിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി ഇമാം ബുഖാരി റഹിമഹുല്ല അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ജുമുഅയിലും ജമാഅത്ത് നമസ്കാരങ്ങളിലും സ്ത്രീകൾ അക്കാലത്ത് പങ്കെടുത്തിരുന്നു എന്ന് വളരെ വ്യക്തമായി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ഹദീസുകൾ തന്നെ ധാരാളം മതിയാവുന്നതാണ്. പുരുഷന്മാരെ പോലെ എല്ലാ സ്ത്രീകളും നിർബന്ധമായി പങ്കെടുത്തിരുന്നുവെന്ന് കാണിക്കുന്ന തെളിവുകളൊന്നും അറിയപ്പെടുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് പൊതുവെയുള്ള പരാമർശങ്ങളിൽ സ്ത്രീകൾ കണിശമായും പങ്കെടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. സ്ത്രീകൾ പുരുഷന്മാരുമായി സമ്പർക്കമുണ്ടാകുവാൻ കാരണമാണെന്നാണ് സ്ത്രീകൾ പങ്കെടുക്കുന്നതിനെതിരിൽ പറയുന്ന പ്രധാന തടസ്സമായി നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറയാറുള്ളത്. ഈ തടസ്സം യഥാർത്ഥത്തിൽ ജുമുഅക്കോ ജമാഅത്തിനോ സ്ത്രീകൾ സംബന്ധിക്കുന്നതിനെ മാത്രം ബാധിക്കുന്നതല്ലല്ലോ. എവിടെ വെച്ചും എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അങ്ങാടികളിൽ പോകുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും, വെറും പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല, എല്ലാ സമയങ്ങളിലും പുരുഷന്മാരുമായി സമ്പർക്കമുണ്ടാകുവാൻ കാരണമാകുന്ന എല്ലാ സംഗതികളും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇക്കാര്യത്തിൽ ഇന്ന് മുസ്ലിം സമുദായം പൊതുവിലും കുറച്ചൊക്കെ പരിഷ്കൃതരെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്നവർ വിശേഷിച്ചും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശാസനകളെ ഈ കാര്യത്തിൽ അവഗണിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും പള്ളിയിൽ വെച്ചും ഇസ്ലാമിന്റെ പർദാ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നും പള്ളികളിൽ അതിന് തടസ്സം വരുന്ന പരിസ്ഥിതികൾ ഒരിക്കലും ഉണ്ടാകരുതെന്നും മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുവാനുള്ളൂ. അതേസമയത്ത് സ്ത്രീകൾ ജുമയിൽ പങ്കെടുക്കാറുള്ള ചില സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ വല്ല കല്യാണങ്ങൾക്കും വരുന്നത് പോലെയാണ് ചില ആളുകൾ വരുന്നത്, അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാറുള്ളത് പോലെ ഉള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരു ആരാധനാകർമ്മത്തിൽ സംബന്ധിക്കുന്നതിന് അനുയോജ്യമായ വേഷങ്ങളാണ് നാം ധരിക്കേണ്ടത്, അനുയോജ്യമായ അച്ചടക്കമാണ് നാം പാലിക്കേണ്ടത്. അതിനെതിരിൽ ഒരിക്കലും വേഷത്തിലോ അച്ചടക്കത്തിലോ അള്ളാഹുവിനോ റസൂലിനോ എതിരാകുന്ന കാര്യത്തിൽ ഒരിക്കലും സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും വരാൻ പാടില്ല. എന്നാൽ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിലെ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ എന്നാണല്ലോ തൊട്ടടുത്ത വാക്യത്തിന്റെ തുടക്കം തന്നെ. അതിൽ പറയുന്നത് ജുമുഅ ദിവസം, യൗമുൽ ജുമുഅ എന്നാണ് അറബിയിൽ വെള്ളിയാഴ്ചക്ക് പേർ നൽകിയിട്ടുള്ളത്. ജുമുഅ എന്നാൽ കൂട്ടം, സമ്മേളനം എന്ന് ഒക്കെയാണ് അർത്ഥം. സാധാരണയായി അങ്ങനെയാണ് അർത്ഥം പറയാറുള്ളത്. അന്ന് ജുമുഅ കർമ്മം നടക്കുന്നത് കൊണ്ട് അതിന് ഈ പേര് വന്നു. മുൻകാലത്ത് മറ്റ് ദിവസങ്ങൾക്കുള്ളതുപോലെ ഏതോ ഒരു പ്രത്യേകത പേര് അറബിയിൽ വെള്ളിയാഴ്ചക്കും ഉണ്ടായിരുന്നേക്കാം. ശനിയാഴ്ച, ഞായറാഴ്ച എന്നൊക്കെ പറയുന്നത് പോലെ ഈ ദിവസത്തിനും ഒരു പ്രത്യേക പേരുണ്ടായേക്കാം. അള്ളാഹുവിന് മാത്രമേ ആ കാര്യം അറിയുകയുള്ളൂ. ജുമുഅ ദിവസത്തിലെ നമസ്കാരം അസ്വലാത്തു മിൻ യൗമിൽ ജുമുഅ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ കൽപ്പന യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലെ പ്രത്യേക നമസ്കാരമായ ജുമുഅ നമസ്കാരത്തെ ഉദ്ദേശിച്ചാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മറ്റു നമസ്കാരങ്ങളെ അപേക്ഷിച്ച് ഈ നമസ്കാരത്തിന്റെ വിളിക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു നമസ്കാരങ്ങൾക്കൊക്കെ വിളിയുണ്ട്, എന്നാൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകമായ വിളിയുണ്ട്. ഈ വിളി കൊണ്ടുള്ള ഉദ്ദേശം ബാങ്ക് വിളിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. യഥാർത്ഥത്തിൽ ബാങ്ക് വിളി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇമാം മിമ്പറിൽ കയറിയ ഉടനെ നടത്തപ്പെടുന്ന ബാങ്കാണിത്. ഇമാമ് മിമ്പറിൽ കയറിയ ഉടനെ നടത്തപ്പെടുന്ന ബാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ബാങ്കിന് അല്പം മുമ്പായി മറ്റൊരു ബാങ്ക് വിളിക്കുന്ന ഒരു സമ്പ്രദായം അത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് ആദ്യമായി ഉണ്ടായതെന്നും
ജനങ്ങൾ വളരെ അധികരിച്ചപ്പോൾ അങ്ങനെ ഒരാവശ്യം നേരിട്ടതുകൊണ്ടാണ് അത് ചെയ്തതെന്നും ബുഖാരിയിൽ കാണാൻ സാധിക്കും. ബുഖാരി റഹ്മത്തുള്ളാഹി അവിടുത്തെ റിവായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതല്ല, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തല്ല, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടാക്കിയതാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരു പുതിയ മതാചാരം ഏർപ്പെടുത്തുവാൻ ആർക്കും പാടില്ല. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയാലും മുആവിയ റളിയല്ലാഹു അൻഹു ആയാലും ആരായാലും പാടില്ല. സഹാബികൾ വിശേഷിച്ചും അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ലാത്ത കാര്യമാണ്. സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനും ആ റസൂലിന്റെ നിയമത്തിനും വിധേയമായി ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതൊരു അനുകരണീയമായ മതകർമ്മം എന്ന നിലക്ക് നാം അതിനെ തെളിവാക്കാൻ പറ്റുകയില്ല. ഒരു താൽക്കാലിക ആവശ്യം എന്ന നിലക്കാണ് അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുകയുള്ളൂ. ഇനി അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി അത്യാവശ്യം നേരിടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്യാവശ്യം നേരിടേണ്ടി വന്നാൽ ഇങ്ങനൊരു ഓർമ്മപ്പെടുത്തൽ വേണമെങ്കിൽ നടത്താം എന്നേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ഒരു സ്ഥാനം അതിന് നൽകുവാൻ ഒരിക്കലും ന്യായമില്ല. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു എന്നിവരിൽ ആരാണ് ഈ ബാങ്ക് ഏർപ്പെടുത്തിയതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട പരാമർശിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമായ അൽ ഉമ്മിൽ പറയുന്നത് കാണാൻ സാധിക്കും. വഅയ്യുഹുമാ കാന ഫൽ അംറു അല്ലദീ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ. ആ രണ്ടു പേരിൽ, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു, അവരിൽ ആരായിക്കോട്ടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇതിനെക്കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബുകാരനെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലും മറ്റുമൊക്കെ ഈ ബാങ്കിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി കാണാൻ സാധിക്കുന്നത്. നേരത്തെ കൂട്ടി ഒരു ബാങ്കോ അറിയിപ്പോ ഇല്ലാതെ ഇമാം മിമ്പറിൽ കയറുമ്പോഴേക്ക്, അല്ലെങ്കിൽ ആ ഇമാം മിമ്പറിൽ കയറുമ്പോഴത്തെ ബാങ്ക് കൊണ്ട് മതിയാകുന്ന പക്ഷം ജനങ്ങൾക്ക് ആ സമയത്തിന് എത്തിച്ചേരാൻ കഴിയുകയില്ല എന്നാണ്, ജനങ്ങൾക്ക് ആ സമയത്തേക്ക് എത്തിച്ചേരുകയില്ല എന്ന് പറയുന്നത് അനാവശ്യമാണ്, നിരർത്ഥകമാണ് എന്നതിന് ഉള്ള ഒരു തെളിവാണ് യഥാർത്ഥത്തിൽ രണ്ട് ബാങ്ക് പതിവാക്കിയ സ്ഥലങ്ങളിൽ ജനങ്ങൾ അത് ആ ബാങ്കിനെ പ്രതീക്ഷിക്കും, ആദ്യം അത് കാത്തു നിൽക്കും. എന്നാൽ പക്ഷേ ഒരു ബാങ്ക് കൊണ്ട് മതിയാക്കുന്ന സമ്പ്രദായം നടപ്പിലുള്ള എവിടെയും അക്കാരണത്താൽ ആളുകൾ എത്തിച്ചേരാത്ത ഒരു ദോഷവും കാണുന്നുമില്ല. ബാങ്ക് ഒന്നോ അധികമോ ആയാലും കുറച്ചു പേര് എന്തായാലും വൈകിട്ടേ പള്ളിയിൽ വരികയുള്ളൂ. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. രണ്ട് ബാങ്ക് നടപ്പുള്ള സ്ഥലങ്ങളിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പുതിയതായി കൊടുക്കുന്ന ആ ബാങ്കുണ്ടല്ലോ, അത് ഉച്ചത്തിൽ വിളിക്കപ്പെടുന്നു. ആ ബാങ്കാണ് യഥാർത്ഥത്തിൽ ഉച്ചത്തിൽ വിളിക്കപ്പെടുന്നത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യഥാർത്ഥത്തിൽ നിലവിലുള്ളതും അത് കേട്ട ഉടനെ വ്യാപാരങ്ങളെല്ലാം നിർത്തിവെച്ച് ജുമുഅക്ക് വന്നുകൊള്ളണമെന്നുള്ള അള്ളാഹു കൽപ്പിച്ചതുമായ യഥാർത്ഥ ബാങ്ക്, സാക്ഷാൽ ബാങ്കുണ്ടല്ലോ, അത് സദസ്സിൽ ഹാജരുള്ളവർക്ക് പോലും മുഴുവൻ കേൾക്കാത്ത വിധം പതുക്കെയും ആണ് നമ്മുടെ നാട്ടിലൊക്കെ പലരും ആ ബാങ്ക് കൊടുക്കാറുള്ളത്. ഇതൊരു വിരോധാഭാസം തന്നെയാണ്. അള്ളാഹുവും റസൂലും നിയമിച്ചതിനെ ഒരു ചടങ്ങ് മാത്രമായും നാം നിയമിക്കുന്നതിനെ ഒഴിച്ചുകൂടാത്ത ഒരു കൃത്യമായും കരുതുക എന്നുള്ളത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. അള്ളാഹു നമുക്ക് സത്യം സ്വീകരിക്കുവാനുള്ള ബോധം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമീൻ. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വർദ്ധിപ്പിച്ച ആ ബാങ്കുണ്ടല്ലോ, അത് പള്ളിയുടെ ഉള്ളിൽ വെച്ചല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഒരു ഉയർന്ന സ്ഥലത്ത് സൗറ
എന്ന ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു ആ ബാങ്ക് അദ്ദേഹം നിർവഹിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിർവഹിച്ചത്. ആദ്യത്തെ ബാങ്കിന് വല്ല ന്യായീകരണവും വേണമെങ്കിൽ തന്നെ അത് നാട്ടുകാർ കേൾക്കുവാൻ കൂടുതൽ ഉപയോഗപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. യഥാർത്ഥ ബാങ്ക് യഥാ സ്ഥലത്ത് ഇമാം മിമ്പറിൽ കയറിയാലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത്. ആ ബാങ്കാണ് യഥാർത്ഥത്തിലുള്ള ബാങ്കും. ദിവസങ്ങളുടെ കൂട്ടത്തിൽ വെള്ളിയാഴ്ചക്ക് പ്രത്യേക പ്രാധാന്യമുള്ളതായി പല നിവേദനങ്ങളിലും പല വചനങ്ങളിലും നമ്മൾ കണ്ടു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. അന്ന് പ്രത്യേകം ഒരു നമസ്കാരവും പ്രസംഗവും നിശ്ചയിക്കപ്പെട്ടത് തന്നെ അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിലും മറ്റു റിവായത്തുകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് നല്ല ദിവസം അത് വെള്ളിയാഴ്ചയാകുന്നു. അന്നാണ് ആദം നബി അലൈഹി സ്വലാം സൃഷ്ടിക്കപ്പെട്ടത്. അന്നാണ് ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടതും അന്നാണ് അദ്ദേഹം ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി കാണാൻ നമുക്ക് സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, അതിൽ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയമുണ്ട്, ഒരു കുറഞ്ഞ ഒരു സമയമുണ്ട്. അത് മുസ്ലിമായ ഒരടിമ അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചുകൊണ്ട് നിന്ന് നമസ്കരിക്കുന്ന നിലയിൽ ആ സമയവുമായി ഒത്തുകൂടിയാൽ അവൻ അള്ളാഹു അത് കൊടുക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ആ സമയം വളരെ കുറഞ്ഞ സമയമുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നതായി ബുഖാരിയും മുസ്ലിമും ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ജുമുഅക്ക് സംബന്ധിക്കുന്നവർ അനുഷ്ഠിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പലതും കാണാൻ സാധിക്കും. ഒന്ന് രണ്ടെണ്ണം മാത്രം ഇവിടെ ഉദ്ധരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുരുഷൻ വെള്ളിയാഴ്ച കുളിക്കുകയും നന്നായി ശുദ്ധീകരിക്കുകയും അവന്റെ എണ്ണ ഉപയോഗിക്കുകയോ വീട്ടിലെ സുഗന്ധദ്രവ്യം തൊടുകയോ അത് പുരട്ടുകയോ ചെയ്തുകൊണ്ട് രണ്ടാളുകൾക്കിടയിൽ തിരക്കി കടന്ന് വേർപിരിക്കാതിരിക്കുകയും അവന് വിധിക്കപ്പെട്ട അത് നമസ്കരിക്കുകയോ അവനോട് കൽപ്പിക്കപ്പെട്ടത് നമസ്കരിക്കുകയും പിന്നെ ഇമാം സംസാരം തുടങ്ങിയാൽ ഖുതുബ തുടങ്ങിയാൽ മൗനമായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ജുമുഅ അതിന്റെയും അടുത്ത ജുമുഅയുടെയും ഇടയ്ക്കുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് ഇമാം ബുഖാരി അവിടുത്തെ റിവായത്തിൽ കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. നിങ്ങളുടെ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം. അന്ന് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നേരൽ വർദ്ധിപ്പിക്കുവീൻ. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിക്കപ്പെടുന്നതാകുന്നു എന്ന് അബൂദാവൂദ് റഹിമഹുല്ലാ നിവേദനം ചെയ്ത ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച നമസ്കാരത്തിന്റെ വിളി കേട്ടാൽ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ഉത്സാഹിച്ചു വരണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. ഇവിടെ സഅയ് എന്നാൽ യത്നിക്കുക, പരിശ്രമിക്കുക, ഉത്സാഹിക്കുക, വേഗം പോവുക, ഓടുക, ഈ അർത്ഥങ്ങളൊക്കെ ഇതിനുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ബാങ്ക് കേട്ടാൽ മറ്റെല്ലാ ജോലിയും ഉടനെ നിർത്തിവെച്ച് പോകണം എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓടിപ്പോകണമെന്ന അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നിന്ന് ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് വളരെ വ്യക്തമായി പറയുന്നതായി കാണാൻ സാധിക്കും, നിങ്ങൾ ഇഖാമത്ത്, അതായത് നമസ്കാരം തുടങ്ങുന്നു എന്ന് അറിയിക്കുന്ന വിളിയുണ്ടല്ലോ, ആ വിളി തുടങ്ങുമ്പോൾ അത് കേട്ടാൽ നമസ്കാരത്തിലേക്ക് നടന്നു പോയിക്കൊള്ളുവീൻ. നിങ്ങളിൽ അടക്കവും ഒതുക്കവും ഉണ്ടായിരിക്കണം, സക്കീനത്തുണ്ടാകണം, വഖാറത്തും ഉണ്ടാകണം. നിങ്ങൾ ഒരിക്കലും ധൃതിപ്പെടാൻ പാടില്ല. എന്നിട്ട് ആ ജമാഅത്തോടൊപ്പം കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുകയും നഷ്ടപ്പെട്ടു പോയ ഭാഗം അത് സ്വന്തം പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ ആരാധന നടത്തുവാൻ പോകുന്നതാണെന്ന ബോധത്തോടുകൂടി അടക്കത്തിലും ഒതുക്കത്തിലുമായിരിക്കണം എന്നതാണ് ഇതിലടങ്ങിയ തത്വം. എന്ന് പറഞ്ഞാൽ സക്കീനത്തും വഖാറത്തും വേണം നമസ്കരിക്കാൻ പോകുമ്പോൾ.
മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് നമസ്കരിക്കുമ്പോൾ ഒരു തിരക്ക് കേട്ടു, ഒരു വല്ലാത്ത ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് കാര്യം, എന്താണ് വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഞങ്ങൾ നമസ്കാരത്തിലേക്ക് ധൃതി പിടിച്ച് ബന്ധപ്പെട്ടു വന്നതാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമസ്കാരത്തിന് വരുമ്പോൾ സാധാരണ പോലെ നടന്നു വരണം, നിങ്ങളിൽ അടക്കം വേണം, എന്നിട്ട് കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, നഷ്ടമായത് നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം കാരണമായിട്ടാണ് ഫസ്ഔ, നിങ്ങൾ ഉദ്ദേശിച്ചു വരുവീൻ എന്ന വാക്കിന്റെ ഉദ്ദേശം അൻ തസ്ആ ബിഖൽബിക വഅമലിക, നിന്റെ ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉത്സാഹിക്കുക എന്നാണെന്ന് ഖത്താദ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മാ ഹുവ ബിസ്സഇ അലൽ അഖ്ദാമി വലാകിൻ ബിൽ ഖുലൂബി വന്നിയ്യതി വൽ ഖുശൂ, അത് കാലുകൊണ്ട് പാഞ്ഞു പോകലല്ല, പക്ഷേ ഹൃദയം കൊണ്ടും ഉദ്ദേശം കൊണ്ടും ഭക്തി കൊണ്ടുമാകുന്നു എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു മറ്റും പറഞ്ഞതായി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി അവിടുത്തെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാധനാ കർമ്മങ്ങളുടെ അന്തസത്തകളെക്കുറിച്ചും ആത്മീയ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഉപദേശങ്ങൾ ഫലം ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്തവർക്ക് ഇതിലൊന്നും വലിയ കാര്യമായി തോന്നിക്കൊള്ളണമെന്നില്ല. എന്നാൽ ബാങ്ക് വിളി കേട്ടാൽ പിന്നെ താമസിക്കുവാൻ പാടില്ലെന്ന് മാത്രമാണ് ഈ ഖുർആൻ വാക്യത്തിൽ നമ്മൾ മുമ്പ് പഠിച്ച ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ ജുമുഅക്ക് പുറപ്പെടേണ്ടതിന്റെ അവസാനത്തെ അവസരമാണ് ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവതും നേരത്തെ പോവുകയാണ് വേണ്ടതെന്നും നേരത്തെ പോകുന്നതിന് കൂടുതൽ പ്രാധാന്യവും പുണ്യവും ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ ജനാബത്ത് കുളിയെപ്പോലെ വളരെ പരിപൂർണമായും കുളിച്ച് ഒന്നാമത്തെ സമയത്ത് തന്നെ ജുമുഅക്ക് പോയാൽ ഒരു ഒട്ടകത്തെ ബലി നടത്തിയതിന്റെയും രണ്ടാമത്തെ ഘട്ടത്തിൽ പോയാൽ ഒരു പശുവിനെ ബലി കഴിച്ചതിന്റെയും മൂന്നാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തേതിൽ പോയാൽ ഒരു കൊമ്പനാടിനെ ബലി കഴിച്ചതിന്റെയും നാലാമത്തേതിൽ പോയാൽ കോഴിയെ ബലി ചെയ്തതിന്റെയും അഞ്ചാമത്തേതിൽ പോയാൽ ഒരു മുട്ട കൊടുത്തതിന്റെയും അത്ര പ്രതിഫലം ലഭിക്കുമെന്നും ഇമാം ഖുത്ബക്ക് പുറപ്പെട്ടാൽ ഈ പ്രത്യേക പ്രതിഫലം നിലച്ചു പോകുമെന്നും ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന നബിവചനങ്ങളിലൊക്കെ വന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇന്നത്തെ പുരോഗമനവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ആളുകളുണ്ടല്ലോ, അവർ ഇതുപോലുള്ള പല ഹദീസുകളെയും വളരെ നിന്ദ്യഭാവത്തിൽ പുച്ഛഭാവത്തിൽ വീക്ഷിക്കുന്നതും തള്ളിക്കളയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള കാരണങ്ങളെപ്പറ്റി മതബോധവും ഇസ്ലാമിക ചിന്താഗതിയുമുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല. ഇസ്ലാമിൽ തങ്ങളുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് നിരക്കാത്തതായി തോന്നുന്നതെല്ലാം, തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്തതെല്ലാം യുക്തിവാദം മുഖേന ദുർവ്യാഖ്യാനം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. മതത്തിന്റെ ധാർമ്മികവും ആത്മീയവുമായ വശങ്ങളെ ഇടിച്ചു താഴ്ത്തുക, അതിനെ പുച്ഛിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ലക്ഷ്യം എന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആ സ്ഥിതിക്ക് അങ്ങനെയുള്ളവരുടെ അഴകുഴമ്പൻ നയം, ആ പഞ്ചസാര കലക്കിയ വാക്കുകൾക്ക് സത്യവിശ്വാസികൾ ഒട്ടും വില നൽകേണ്ടതില്ല, അതിന് യാതൊരു വിലയും കൽപ്പിക്കേണ്ടതുമില്ല. ജുമുഅക്ക് നേരത്തെ പോകൽ, അവിടെ വെച്ചുള്ള സുന്നത്ത് നമസ്കാരം, അതുപോലുള്ള സുന്നത്ത് നോമ്പ് മുതലായ കർമ്മങ്ങളെല്ലാം ഇവരുടെ ഭാഷയിൽ അധ്വാനിക്കാത്ത മടിയ വർഗത്തിന്റെ സൃഷ്ടികളാണ്. വയറ്റിന്റെ പൂരണവും ഭൗതിക നേട്ടവും മാത്രമാണ് ഇവരുടെ അടുക്കൽ യഥാർത്ഥത്തിൽ ജീവിത വിജയമായി പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് കേട്ടാൽ ജോലികൾ വിട്ടേച്ച് ജുമുഅക്ക് പോകണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ജുമുഅ ഒരു നിർബന്ധ കടമയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കടമയുടെ ഗൗരവം ചൂണ്ടിക്കാണിക്കുന്നത് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായി
മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ചില ആളുകൾ ജുമുഅകളെ ഉപേക്ഷിച്ച് വരുന്നതിൽ നിന്നും അവർ മാറിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അള്ളാഹു തീർച്ചയായും അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെക്കുക തന്നെ ചെയ്യും. പിന്നീട് അവർ ഹൃദയങ്ങളിൽ നന്മ പ്രവേശിക്കാത്ത വിധം അവർ അശ്രദ്ധന്മാരുടെ കൂട്ടത്തിലായി തീരും എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. എന്നാൽ മറ്റൊരു നബിവചനത്തിൽ അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി എന്നിവരൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, ആരെങ്കിലും നിസ്സാര ഭാവേന 3 ജുമുഅ ഉപേക്ഷിച്ചാൽ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ മുദ്ര കുത്തുന്നതാകുന്നു. ജുമുഅയിൽ സംബന്ധിക്കണമെന്ന കണിശമായ തീരുമാനം ഇല്ലാത്ത ആളുകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ വചനങ്ങളുടെ യാഥാർത്ഥ്യം മതബോധമുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ നമസ്കാരത്തിന് വരണം എന്നല്ല, അള്ളാഹുവിന്റെ സ്മരണയാകുന്ന ദിക്റിലേക്ക്, ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ സ്മരണക്കായി അവന്റെ മുമ്പിൽ തലകുനിച്ചും പ്രാർത്ഥനയർപ്പിച്ചും നടത്തപ്പെടുന്ന മഹത്തായ ഒരു ആരാധനയാണ് നമസ്കാരം. എന്നാൽ ഖുത്ബയാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ബോധവും ഭക്തിയും ശ്രോതാക്കളിൽ ഉളവാക്കുകയും അവയെ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഖുത്ബയെ കുറിച്ച് തദ്കീർ, ഉത്ബോധനം എന്ന് പറയപ്പെടുന്നത്. ഈ രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു 2-1 പ്രത്യേകം എടുത്തു പറയാതെ ദിക്റിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജുമുഅയിൽ സംബന്ധിക്കാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സ്മരണയെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധന്മാരാണെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഖുത്ബക്ക് ഇസ്ലാം കൽപ്പിക്കുന്ന സ്ഥാനം എത്രത്തോളമാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ബോധ്യപ്പെടുമെന്ന് മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന നബിവചനങ്ങളിലും കാണാൻ വലിയ പ്രയാസമുണ്ടായിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വെള്ളിയാഴ്ച ദിവസം ഇമാം പ്രസംഗിച്ചു കൊണ്ടിരിക്കെ സംസാരിച്ചാൽ അവൻ ഗ്രന്ഥങ്ങൾ പേറുന്ന കഴുതയെ പോലെയാണ്. അവനോട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന